ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മുടെ മൊഡ്യൂൾ സെക്കൻഡ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു അറബിക് ലിറ്ററേച്ചർ എന്ന നമ്മുടെ ടോപ്പിക് സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂൾ, അതിലെ ജോൺറേസ് ഓഫ് അറബിക് ലിറ്ററേച്ചർ എന്ന ടോപ്പിക്കാണ് നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, സോ ലെറ്റ് us move to the class. ജോൺറേസ് ഓഫ് അറബിക് ലിറ്ററേച്ചർ, അറബി സാഹിത്യത്തിന്റെ വിവിധ തരങ്ങൾ. ഏതൊക്കെ തരങ്ങളാണ് അറബി സാഹിത്യത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്? The literature of pre-Islamic Arabia is constituted of two major arts, poetry and prose. The prose consists of orations, admonitions, and proverbs of the literary arts. The poetry was the medium by which each tribe conveyed their pride and majesty. To have a poet was a pride to the clan, and he defended the clan's honor and majesty. By this social recognition of poetry, it was placed above all literary forms, being the oration next to it. Okay, നമുക്ക് ആശയങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള അവിടെ പ്രധാനമായിട്ടും രണ്ട് സാഹിത്യ ഇനങ്ങളാണ് മികച്ചു നിന്നത്. ഒന്ന് പോയട്രി, ഒന്ന് പ്രോസ്. പദ്യവും ഗദ്യവും നമ്മൾ പറയാറുണ്ട്. അതിൽ തന്നെ പ്രോസിനെ കുറിച്ച് പറയുമ്പോൾ ദി പ്രോസ് കൺസിസ്റ്റ് ഓഫ് ഒറേഷൻ, അഡ്മോണിഷൻസ് ആൻഡ് പ്രോവർബ്സ് ഓഫ് ലിറ്റററി ആർട്സ്. പ്രോസിലെ പ്രധാനമായും വരുന്നത് പ്രസംഗങ്ങളാണ്, അഡ്മോണിഷൻസ് ആൻഡ് പ്രോവർബ്സ്, പിന്നെ ഉപദേശങ്ങള്, പഴഞ്ചൊല്ലുകള്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രോസിൽ വരുന്നത്. പിന്നെ പോയട്രിയെ കുറിച്ച് പറയുമ്പോൾ ഓരോ ഗോത്രങ്ങൾക്കും, ഓരോ അറബി ഗോത്രങ്ങൾക്ക്, വിഭാഗങ്ങൾക്കും അവരുടെ ആത്മാഭിമാനം, അവരുപയോഗിച്ചിരുന്ന പ്രധാന മീഡിയം അത് പോയട്രി ആയിരുന്നു, കവിതയായിരുന്നു. അതേപോലെ ഒരു കവി ഉണ്ടായിരിക്കുക, ആ ഒരു കുലത്തിന്റെ ആ ഒരു കുലം, ആ ഒരു ഗോത്രം, ആ ഒരു കുടുംബത്തിന്റെ ആത്മാഭിമാനത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനും അവർക്കെതിരെ വരുന്ന ആക്ഷേപസ്വരങ്ങൾ, ആക്ഷേപഹാസ്യങ്ങൾ, ഇതിനെല്ലാം ഡിഫെൻഡ് ചെയ്യാനും ഒരു കവി ഉണ്ടായിരിക്കുക എന്നത് അവർക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. By this social recognition of poetry, it was placed above all literary forms, being the oration next to it. അതുകൊണ്ട് തന്നെ അവരുടെ ആ സമൂഹത്തിൽ കവി, കവിത ഇവർക്കുണ്ടായിരുന്ന സ്ഥാനം പ്രോസിനേക്കാളും മികച്ച സ്ഥാനത്തായിരുന്നു. പ്രോസ് അല്ലെങ്കിൽ ഒറേഷൻ അതൊക്കെ രണ്ടാമതേ വരുള്ളൂ. ഒന്നാം സ്ഥാനം എപ്പോഴും എന്തിനാണ്? പോയട്രിക്കാണ്, കവിതക്കാണ്. So let's move to the second para. The Arabs were gifted with oration. The orators were often the wise leaders and noble lords who attracted his clan men and unified them all together the eloquence of his speeches. Pre-Islamic oration was of literary importance.
Islamic oration was of literary importance since it consisted of proverbs, wise statements, and rhymed expressions. The oration was of various parts: the evocation or call, the prologue, main message, and concluding part. Orations were of different types of social, religious, tribal, elegiac, and political. സോ ഈ ഒരു പാരഗ്രാഫിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രസംഗ കലയെ കുറിച്ചാണ്. പ്രധാനമായിട്ടും പ്രസംഗിക്കുന്ന ആളുകൾ അവരുടെ ആ ഒരു വാക്ക് ചാതുര്യം കൊണ്ട് മികച്ചു നിൽക്കുന്ന ആളുകളായിരുന്നു. ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള ആ ഒരു സമയത്തും ഈ പ്രസംഗ കല നിലനിന്നിരുന്നു. അവരുടെ പ്രസംഗങ്ങളിൽ നല്ല സാരോപദേശങ്ങൾ, പഴഞ്ചൊല്ലുകൾ, നല്ല പ്രാസമൊപ്പിച്ചുള്ള സംസാരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ പ്രസംഗത്തിൽ ആമുഖം, പ്രധാന ഭാഗം, അതേപോലെ അതിന്റെ അവസാന ഭാഗം, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത പാർട്ടുകൾ. അത് സാമൂഹ്യപരമായിട്ടും മതപരമായിട്ടുള്ള മറ്റു ഗോത്രവുമായി ബന്ധപ്പെട്ട പുരാണം, അല്ലെങ്കിൽ പൊളിറ്റിക്കലുമായി ബന്ധപ്പെട്ട അങ്ങനെ എല്ലാ തരത്തെയും ബന്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒറേഷൻസ് ഉണ്ടായിരുന്നു. Then the next para, the themes of the poems were determined by many factors like heroic hamasa, which means that the poet sang the victory of the clan in tribal rivalry or extolled virtues like bravery, forbearance, and intrepidity. Other factors were fakhr, to boast of the virtues in the poet, to praise the virtues of anyone, ghazal, erotic song, to express the poet's affection to any woman, satire, to scoff others by expressing the flaws or faults of others, wasf, description of nature and surroundings along with the living beings, hikmah, wisdom, which produces several wise thoughts to be imitated as life stanzas, and the apology, in which apologizes any lords or kings when. Okay, അപ്പൊ ഇതില് ഈ ഒരു കല കുറിച്ചാണ് വിവിധ ഫാക്ടേഴ്സ്. ഈ കവിതയുടെ പ്രത്യേക തീമായി വരുന്ന വിവിധ ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. അതിലൊന്നാമത് ഹമാസ എന്ന് പറയും. ഹമാസ, ഒരു ഹീറോയിക് പരിവേഷം, ഒരു താരപരിവേഷം ഉണ്ടാവുക. അതായത് ആ ഒരു കുലത്തിന്റെ വിജയഗാഥയെ കുറിച്ച്. പണ്ട് പ്രീ ഇസ്ലാമിക് ഏജ്, ആ ടൈമില് ഈ ഗോത്രങ്ങൾ തമ്മില് ഇടയ്ക്കിടയ്ക്ക് സമരങ്ങള്, യുദ്ധങ്ങള് എല്ലാം ഉണ്ടാവാറുണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ. അപ്പോ വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പോരാട്ട വീര്യത്തെ കുറിച്ചും അവരുടെ യുദ്ധതന്ത്രങ്ങളെ കുറിച്ചും എല്ലാം പാടി പറയുന്ന വിവിധ കവിതകൾ ആണ് ഹമാസ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിസ. റിസ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മള് ശോക ഗാനം, മൗണ്ട് ഡെഡ് ഒരു ലാമൻറ്റോ മറ്റേ ഒരു ദുരന്തമുണ്ടായാലും അല്ലെങ്കിൽ ആരെങ്കിലും പ്രധാനപ്പെട്ടവര് മരണപ്പെട്ടു പോയാൽ അവരുടെ ഓർമ്മ വെച്ച് കവിത ഉണ്ടാക്കുക, അതാണ് റിസ. പിന്നെ മദ്ഹ്.
മദ്ഹ്, വിർച്യൂസ് ഓഫ് എനിവൻ, ആരുടെയെങ്കിലും ഗുണഗണങ്ങളൊക്കെ പുകഴ്ത്തിക്കൊണ്ട്. ഗസൽ, ഗസല ഇറോട്ടിക് സോങ് ആണ്. അതായത് ഈ കവിക്ക് ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് കവിത ആലപിക്കുന്ന ആൾക്ക്, കവിക്ക് ഏതെങ്കിലും സ്ത്രീകളുമായി അവർക്ക് എന്തുണ്ട്, അഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു അഫെക്ഷനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് കവിത ഉണ്ടാക്കി. അതാണ് ഈ ഗസൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയുന്ന ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷെ ആവശ്യമില്ല. അബ്ദുൽ ഖൈസിന്റെയും പല ആളുകളുണ്ട്. അവർക്കൊക്കെ കാമുകിമാരുണ്ടായിരുന്നു. അവരെ ഗുണഗണങ്ങൾ പുകഴ്ത്തി ഉണ്ടാക്കി, കവിത ഉണ്ടാക്കി. മറ്റൊരു ഇനമാണ് ഹിജ, അല്ലെങ്കിൽ ഹജ എന്ന് പറയും, സറ്റയർ. അത് സ്കോഫ് ചെയ്യുക, ദേഷ്യം, മറ്റുള്ളവരെ ശകാരിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്. പിന്നെ വസ്ഫ്, വിശേഷണത്തിന്, ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ ആൻഡ് സറൗണ്ടിങ്സ്. അവരെ ചുറ്റുമായി ബന്ധപ്പെട്ട, അവരുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഹിക്മ, വിസ്ഡം. ഹിക്മ അതായത് നല്ല ചിന്താത്മകമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന കവിത. അപ്പോളജി, അതായത് പോയറ്റ് അപ്പോളജൈസ് ചെയ്യുകയാണ്. അവര് ഏതെങ്കിലും രാജാവിന്റെ അവരുടെ കൊട്ടാരങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോ അവരെന്തെങ്കിലും പറഞ്ഞതിൽ ഇവർക്ക് ആ സമയത്ത് പറ്റാത്തതിനെ കാരണം ബോധിപ്പിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കവിതകളാണ് The forms of prose included al-wasaya, admonitions, which were short epithetic sayings which have didactic values meant to teach moral and norms of life. Al-amthal, proverbs, short epithetic sayings meant to teach morals. Al-qisas, short stories, brief narratives. Al-khitaba, oration, delivered to create an immediate image. Long narrative and al-masrahiyya. Okay. ഈ പാരഗ്രാഫില് ഏതൊക്കെ ക്ലോസിൽ വരുന്നതാണ് വസ്വായ, അഡ്മോണിഷൻസ്, അതായത് ഉപദേശ രൂപത്തിൽ വരുന്ന ഒരു ഇനം ക്ലോസാണ് വസ്വായ. വസ്വായ അതായത് ധാർമ്മികമായ പാഠങ്ങൾ ഒക്കെ അതിൽ വരും. ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള സംസാരങ്ങളും വിഷയങ്ങളുമാണ് ഇതിൽ വരിക. പിന്നെ അൽ-അംസാൽ, പ്രോവബ്സ്, അതും അതന്നെ പഴഞ്ചൊല്ലുകൾ, അർത്ഥവത്തായ പഴഞ്ചൊല്ലുകൾ. പിന്നെ ഖിസസ്, ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകൾ. ഖിത്വാബ, റേഷൻ, സ്പീച്ച്, പ്രസംഗം. അപ്പൊ ആളുകളില് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രസംഗം. റസായില്, എപ്പിസ്ലെ, അതായത് വിച്ച് അഡ്രസ്ഡ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ, ഏതെങ്കിലും വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ഉദ്ദേശിച്ചുകൊണ്ട്. പിന്നെ റിവായ, നോവലാണ്, നോവൽ റിവായ. പിന്നെ മസ്രഹിയ, മസ്രഹിയ എന്ന് പറഞ്ഞാല് ഡ്രാമ. ഇതൊക്കെ പ്രോസിന്റെ ആ ഒരു ഗണത്തില് വരുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കാണ് അറബിക് ലിറ്ററേച്ചർ ഇൻ അറബ് പെനിൻസുല ബിഫോർ റിനൈസൻസ്. നവോത്ഥാനത്തിന് മുമ്പുള്ള അറേബ്യൻ ഉപദ്വീപിലെ അറബി സാഹിത്യം എന്നതാണ് അതിന്റെ സാരം. നോക്കാം. Arabic prose in the Jahiliya period was in oral form. It included al-khitaba, rhetorical speech. The prose at this age was characterized by limited use of rhyme,
to make it comfortable. ജാഹിലിയ്യ പീരീഡിൽ, ഇസ്ലാമിക് ഏജിന് മുമ്പുള്ള കാലഘട്ടം, ജാഹിലിയ്യ പീരീഡിൽ അറബി പ്രോസ് എന്ന് പറഞ്ഞാൽ അത് ഓറൽ ഫോം ആയിരുന്നു, അതായത് വാമൊഴിയായിരുന്നു. സംസാരത്തിലൂടെ മാത്രമേ ഒന്നുണ്ടായിരുന്നില്ല, എഴുത്തുരൂപം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഏതൊക്കെ വന്നിരുന്നു? കിതാബ, ആളുകൾ അഭിസംബോധന ചെയ്തിട്ടുള്ള സംസാരങ്ങൾ, വസായ, ബുദ്ധിപരമായ ചിന്തോദ്ദീപമായ വാക്കുകൾ, അംസാൽ, ഇതൊക്കെ അതിൽ വന്നിരുന്നു. യിലെ മികച്ചു നിന്ന ആളുകളായിരുന്നു സായിദ, എന്നയാളും അഖിത്തം ഇബ്നു സൈഫ്, അതായത് അഖ്സം ഇബ്നു സൈഫ്, ഈ രണ്ട് പേര് അന്ന് മികച്ചു നിന്ന ആളുകളായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഘട്ടത്തിൽ ഇവരുടെ പ്രസംഗങ്ങൾ നല്ല പ്രാസമൊപ്പിച്ചിട്ടുള്ള, ആളുകൾക്ക് നല്ല ഇമ്പമാർന്ന രൂപത്തിലുള്ള പ്രസംഗമായിരുന്നു. നല്ല ഫിലോസഫി എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള സ്പീച്ച് ആയിരുന്നു. This period lasted for 50 years of the Prophet's lifetime, and 4 caliphs came to leadership after him. Later on, the Arabic prose flourished by the influence of the Quran, the language of which constitute hadith, the sayings, actions, and approvals of the Prophet, peace be upon him, also provided a new standard and large reservoir of prose tale. A number of his companions took a special interest in hadith. These companions include Abu Huraira, Abu Bakr, Umar bin Khattab, Uthman bin Affan, Ali bin Abi Talib, Abdullah ibn Umar, Aisha bint Abi Bakr, and so on. Both Khitaba and Risala gained much popularity at this time as they helped the propagation of Islam and enunciating its teachings. Prominent orators of the period were the Prophet, peace be upon him, and the Orthodox caliphs. Thus, the major prose forms of this period were the Quran and the Hadith. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഇസ്ലാമിക കാലഘട്ടത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഖിതാബ, പ്രസംഗമായിരുന്നു. വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ആളുകളെ ഉപദേശിക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനും എല്ലാം പ്രസംഗ രൂപത്തിലായിരുന്നു അവര് എന്തായിരുന്നത്, കാര്യങ്ങൾ ചെയ്തിരുന്നത്. 50 വർഷങ്ങൾ. പിന്നെ 4 ഖലീഫമാര്, അവരുടെ കാലഘട്ടം. പിന്നെ ആ സമയത്ത് ആണല്ലോ ഖുർആനിന്റെ ആ ഒരു അവതരണത്തോടു കൂടി അറബി ഭാഷ, അറബി സാഹിത്യത്തിന് തന്നെ വലിയ മാറ്റമാണ് ഉണ്ടായത്. അറബി സാഹിത്യത്തിന് ഒരു വലിയൊരു മാറ്റമാണ് ഖുർആന്റെ അവതീർണം ആ ഇറക്കത്തോടു കൂടി ഉണ്ടായി. അവ ഏറ്റവും പ്രധാന ഘടകം ഏതാണ്? ഖുർആനാണ്. പിന്നെ ഹദീസാണ്. പ്രവാചകരുടെ വ്യത്യസ്ത സംസാരങ്ങള്, പ്രവർത്തനങ്ങള്, മൗന അനുവാദം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹദീസ് എന്ന് പറയുന്നത്. പിന്നെയോ ആ ഹദീസുകൾ അത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കാനുമായി ഒരുപാട് ആളുകള് പ്രവാചകരുടെ അനുയായികളിൽ നിന്നുണ്ടായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു,
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ആയിഷ ബീവി. ഇവരൊക്കെ അതിൽ മികച്ചു നിന്നവരാണ്. അപ്പൊ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ആ സമയത്ത് പ്രസംഗവും അതേപോലെ ഉപദേശങ്ങളും എല്ലാം എന്തായിരുന്നു ആളുകൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രൂപത്തിലുള്ളതായി. ആ കാലഘട്ടം നമുക്കറിയാലോ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല പ്രബോധനം നടത്തി ആളുകളെ സംസാരത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അതേപോലെ ഖലീഫമാര് അവരൊക്കെ ആ രൂപത്തിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ റോസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഖുർആനും ഹദീസും അതുപോലെ ഖിതാബയും റിസാലയും ഒക്കെ. Next para poems of the Jahiliya period include mainly mu'allaqat, Islamic Arabs. They are called mu'allaqat because they are beautiful poems and they were hung on the walls of Kaaba in Mecca. The poets of the mu'allaqat are 7 and they are Imrul Qais, Antara ibn Shaddad al-Labsi, Zubair ibn Abi Sulaiman al-Muzni, طرفا ibn عبد البكري, لبيد ibn Rabi'a al-Amri, Haris ibn Hilza al-Lishkari, Amr ibn Kulsum al-Taghlabi. ജാഹിലിയ പീരീഡിലെ കവിതകൾ അത് അറിയപ്പെട്ട രൂപം മുഅല്ലഖാത്ത് എന്നായിരുന്നു. ചില ആളുകളുടെ കവിതകൾ കൂട്ടി ഒരു സമാഹാരമാക്കി. അറബികൾ അതിന് മുഅല്ലഖാത്ത് എന്ന് വിളിക്കാൻ കാരണം വളരെ മനോഹരമായ കവിതകളാണ്, വളരെ മനോഹരമായ കവിതകളാണ്. മാത്രമല്ല കഅബയുടെ ചുമരുകളിൽ അത് കെട്ടിത്തൂക്കിയിരുന്നു ആ കവിതകൾ. അതുകൊണ്ടാണ് അതിന് മുഅല്ലഖാത്ത് എന്ന പേര് തന്നെ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അറിയപ്പെട്ട 7 കവിതകളാണ് അതിലുള്ളത്. 7 കവികളുടെ കവിതകൾ ആണ് മുഅല്ലഖാത്തിലുള്ളത്. അവരെ ആരൊക്കെയാണ്? ഇംറുൽ ഖൈസ്, അൻതറ ഇബ്നു ഷദ്ദാദ്, സുബൈർ ഇബ്നു അബീ സലമ, തുറഫത്ത് ഇബ്നു അബ്ദ്, ലബീദ് ഇബ്നു റബിയ, ഹാരിസ് ഇബ്നു ഇല്ലിസ, അംർ ഇബ്നു കുൽസൂം. ഇവരാണ് ആ 7 ആളുകൾ, മുഅല്ലഖയുടെ കർത്താക്കൾ. Okay, next para. The migration of the Prophet to Medina in 622 CE witnessed the embracing of Islam by several poets who had composed poems in the pre-Islamic days. Some of them were Hassan ibn Thabit, Ka'b ibn Malik, Abdullah ibn Rawaha, Labid ibn Rabi'a, Ka'b ibn Zuhayr. These poets effectively defended Islam and the Muslims against the offensive remarks from the parts of people of Mecca, and poets like Abdullah ibn al-Zabara, Darrar ibn al-Khattab, and Abu Sufyan. So, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള മൈഗ്രേഷൻ ഇസ്ലാമിനെ എംബ്രേസ് ചെയ്യാൻ ആളുകൾ ഒരുപാടുണ്ടായി. അവര് അതിൽ കവികളും ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട കവികൾ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ലബീദ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളാണ്. അവരൊക്കെ എന്ത് ചെയ്തു? മുസ്ലിംകൾക്കെതിരെ, ഇസ്ലാമിനെതിരെ ആരൊക്കെ കവിതാ രൂപത്തിലും മറ്റും സംസാരിച്ചിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, അതിനെതിരെ ഇവർ കവിതയിലൂടെ മറുപടി കൊടുത്തിരുന്നു. തുടങ്ങിയ ആളുകളൊക്കെ ഇങ്ങോട്ട് മുസ്ലിങ്ങളെ പോലെ അതിനെ ഡിഫെൻഡ് ചെയ്ത കവികളായിരുന്നു. അപ്പോ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് അവർക്കെതിരെ കവിതയിലൂടെ അറ്റാക്ക് ചെയ്തപ്പോൾ, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ അവർ രചിച്ചപ്പോൾ, അതിനെ ഡിഫെൻഡ്
ചെയ്തുകൊണ്ട് കവിത ഉണ്ടാക്കിയവരാണ് ഇവരൊക്കെ പ്രധാനമായിട്ടും. സാബിത്ത് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇതുപോലെയുള്ള പറയപ്പെട്ട ആളുകൾ അവരൊക്കെ ആ രൂപത്തില് ഇസ്ലാമിനെ അവർക്കിടയിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഇനി പ്രധാനപ്പെട്ട ഇതിൽ പറയാനുള്ളത് ലൈസൻസ് ഇൻ അറബിക് ലിറ്ററേച്ചർ ഇൻ മോഡേൺ പീരിയഡ്. ആധുനിക കാലഘട്ടത്തിലെ അറബി സാഹിത്യത്തിലെ നവോത്ഥാനം അറബിക് ലിറ്ററേച്ചർ ഇൻ വിശദമായിട്ട് പറയേണ്ടതാണ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്, വിശദീകരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ് ക്ലാസ്. താങ്ക് യു.